എണ്ണ കാച്ചുമ്പോൾ കൃത്യമായ പാകത്തിലെടുത്താൽ മാത്രമേ ആ എണ്ണ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പാകം കുറഞ്ഞു പോയാലും പാകം കൂടിപ്പോയാലും അത് നമുക്ക് ഗുണത്തേക്കാളേറെ ചിലപ്പോൾ ദോഷങ്ങളാണ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു പരുവത്തിൽ എണ്ണ മുകളിലും താഴെ കൽക്കം സെപ്പറേറ്റ് ആയും കിടക്കുന്ന പരുവത്തിൽ കൽക്കം കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്തൊരു പാകമായി കഴിഞ്ഞാൽ എണ്ണ പാകമായി തുടങ്ങിയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ നമ്മുടെ തീയിൻ്റെ അളവൊക്കെ കുറച്ച് വളരെ പതുക്കത്തിൽ പാകം ചെയ്യേണ്ടതാണ്. പിന്നീട് ഒരു മണൽത്തരിയുടെ പാകത്തിലൊക്കെ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓഫ് ചെയ്ത് പ്രൊസീജിയറൊക്കെ നിർത്തിവെക്കാം. അതിൽ കൂടുതൽ കരിഞ്ഞു പോവുകയാണെങ്കിൽ ആ എണ്ണ കൊണ്ട് വലിയ പ്രയോജനമില്ല. അതിന് മുന്നേ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു പാകമൊക്കെ എത്തുന്നതിന് മുന്നേ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ എണ്ണയിൽ ഈർപ്പം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എണ്ണ പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തലയിൽ ഉപയോഗിക്കുന്ന എണ്ണയാണെങ്കിൽ നീരിറക്കം വരാനുള്ള ചാൻസ് ഉണ്ട്. നീരിറക്കം വന്ന് ഒരുപാട് പേഷ്യൻസ് ഇതുപോലെ നമ്മുടെ ഒ പിയിൽ വരാറുണ്ട് കേട്ടോ. ഈ എണ്ണയിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാവർക്കും അധികം തണുപ്പുള്ള കറ്റാർവാഴയും കയ്യോന്നിയും പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ നീരിറക്കത്തിന് കാരണമാവാറുണ്ട്. അപ്പോൾ ഈ നീരിറക്കം ഒഴിവാക്കാൻ വേണ്ടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ ചില ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാറുണ്ട്. എന്നാൽ മാത്രമേ നീരിറക്കം ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ.